ഈ സ്വന്തം എന്ന പദത്തിൻ്റെ അർത്ഥത്തിന് പ്രത്യേകം വെച്ചാൽ അതും അടൂർ ഭാസിയാണ് പാടുന്ന സിനിമയിൽ. അപ്പോൾ അത് ആ പാട്ടെടുക്കുമ്പോൾ ഭാസിച്ചാൽ എൻ്റെ തോന്നുന്നു പറഞ്ഞു, തമ്പി ഇത് ഭയങ്കര, തമ്പി എന്തായി ചെയ്യുന്നത്? ഞാൻ തമാശ കാണിച്ച് നിൽക്കുന്ന ഈ സീരിയസ് റോൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ സീരിയസ് റോളാണ് പാടിയിരിക്കുന്നത്. ഈ സ്വന്തം എന്ന പദത്തിൻ്റെ അർത്ഥം എന്നുള്ള ഇത്രയും നല്ലൊരു പാട്ട് ഞാൻ എൻ്റെ ലിപ് മൂവ്മെൻ്റ് പാടിയാൽ അത് തിയേറ്ററിൽ എന്തായിരിക്കും റിയാക്ഷൻ? ജനങ്ങൾ അംഗീകരിക്കുമോ? നമ്മൾ അംഗീകരിപ്പിക്കും ചേട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിപ്പിക്കും ജനങ്ങളെ കൊണ്ട്, അതാണ് പ്രശ്നം. അപ്പം അതും ഇതുപോലെ വളരെ സജസ്റ്റീവായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, പാട്ടെടുത്തിരിക്കുന്നത്. അവർ സ്വന്തം എന്ന പദത്തിൻ്റെ അർത്ഥം അടൂർ ഭാസിയാണ് സിനിമയിൽ പാടുന്നത്. സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധങ്ങൾ സ്വപ്നങ്ങൾ ജലരേഖകൾ, സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധങ്ങൾ സ്വപ്നങ്ങൾ ജലരേഖകൾ, സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ നമുക്ക് എല്ലാത്തരം എക്സ്പ്രഷൻസും കാണാൻ സാധിക്കും. തത്വാധിഷ്ഠിതമായിട്ടുള്ള ഗാനങ്ങളുണ്ട്, പ്രണയാർദ്രമായിട്ടുള്ള ഗാനങ്ങളുണ്ട്, ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ട്, ശൃംഗാരം തുളുമ്പുന്ന ഗാനങ്ങളുണ്ട്. അതെനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള എല്ലാ ഗാനങ്ങളും എനിക്ക് തോന്നുന്നു ആ ഒരു വെഴ്സിറ്റാലിറ്റി കൊണ്ടായിരിക്കാം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ ക്രെഡിറ്റ് പലരും കൊണ്ടുപോകണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഉണരാനടുക്കുമ്പോൾ പുറന്തള്ളും തീരവും തിരയുടെ സ്വന്തം, ഉണരാനടുക്കുമ്പോൾ പുറന്തള്ളും തീരവും തിരയുടെ സ്വന്തമെന്നോ, മാറോടമർത്തുമ്പോൾ പിടഞ്ഞോടും മേഘങ്ങൾ മാനത്തിൻ സ്വന്തമെന്നോ, പൂവിനു വണ്ട് സ്വന്തമോ, കാടിനു കാറ്റു സ്വന്തമോ, എനിക്കു നീ സ്വന്തമോ, ഓമനെ നിനക്ക് ഞാൻ സ്വന്തമോ. ഞാൻ സംവിധാനം ചെയ്ത് നിർമ്മിച്ച സിനിമകളിൽ സലിത സംഗീതം പകർന്ന സിനിമ ഏതോ ഒരു സ്വപ്നമാണ്. ഞങ്ങൾ ആദ്യം ഒരുമിക്കുന്ന വിഷുക്കണി എന്ന സിനിമയിലാണ്. അതിലെ പാട്ടുകൾ എല്ലാവരുടെയും വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ പെട്ടെന്ന് എഴുതി, ഒക്കെ യേശുദാസിനോടൊക്കെ അതിനെക്കുറിച്ച് വളരെ എന്നെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ സലിതയോട് പറഞ്ഞു, എൻ്റെ ഒരു പടം, ഞാൻ നിർമ്മിക്കുന്നൊരു പടത്തിന് സലിത മ്യൂസിക് ചെയ്യണം, അത് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു സജഷൻ പറഞ്ഞു, നമുക്ക് മദ്രാസിൽ ഞാൻ വരുന്നതും എൻ്റെ അഫെയർ, എൻ്റെ ഹോട്ടൽ താമസം ഒക്കെ അധിക ചിലവാകത്ത, തമ്പി ഒരു കാര്യം, തമ്പി ഡയറക്ഷനും റൈറ്ററും പ്രൊഡക്ഷനും എല്ലാം തമ്പിയല്ലേ. അപ്പോൾ തമ്പി അങ്ങ് ബോംബെ വന്നാൽ പോരെ. അപ്പോൾ അന്ന് യേശുദാസും ബോംബെയിലുണ്ട്. യേശുദാസ് അന്ന് ചിച്ചോറൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പോൾ അങ്ങനെ ഞാൻ ബോംബെയിൽ വെസ്റ്റേൺ ഔട്ട്ഡോറിലാണ് ആ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഈ ശ്രീപദം വിടുന്ന സരസ്വതിഗൃഹത്തിൽ നിന്നുള്ള ആ ട്യൂണ് പാടുന്നതിന് മുമ്പ് സലിത പറഞ്ഞത് ഞാൻ ബംഗാളിയിലത്തെ ഒരു ട്യൂണാണ്, കുറച്ച് പ്രയാസമാണ് ട്യൂൺ വെച്ച് എഴുതാൻ, അത് പ്രയാസമാണെന്ന് തോന്നുന്നെങ്കിൽ പറഞ്ഞാൽ ഞാൻ ട്യൂൺ മാറ്റാമെന്ന് പറയും. പക്ഷേ ഞാൻ ശ്രീപദം വിടുന്ന സരസ്വതിഗൃഹത്തിൽ നിന്നുള്ളത് തന്നെ ഞാൻ എഴുതി. ശ്രീപദം വിടർന്ന സരസേരുഹത്തിൽ ജനനീ അടിയൻ തൂവുമീ ഹൃദയരാഗം പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി. ശ്രീപദം വിടർന്ന സരസേരുഹത്തിൽ ജനനീ അടിയൻ തൂവുമീ ഹൃദയരാഗം പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി. ശ്രീപദം വിടർന്ന സരസേരുഹത്തിൽ.
ജയൻ എന്നുള്ള നടൻ്റെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷമായിരുന്നു ആ സിനിമയിൽ. അതൊരു ആശ്രമത്തിൻ്റെ സിറ്റുവേഷനുള്ള ഒരു പാട്ടാണ്. അത് കേരളത്തിലൊരു ആശ്രമം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഭജന പാടലല്ല. എങ്കിൽ കൂടെയും ഒരു വ്യത്യസ്തത അതിനകത്തുണ്ട്. അത് പക്ഷേ നമ്മളെല്ലാവരും വളരെയധികം ആസ്വദിക്കുകയും ചെയ്ത ഒരു ഗാനമാണ്. ഹംസധ്വനിയുടെ ഏതായിട്ടുള്ള ഒരു ഭാവതലങ്ങളൊക്കെ കാണിക്കുന്ന ഗാനം. അശ്രുസമുദ്രം അലറിടുമ്പോൾ അശ്രുസമുദ്രം അശ്രുസമുദ്രം അലറിടുമ്പോൾ നീയേ ദേവി അഭയ നൗകയായി വരം തന്നു നീ കനിയൂ വരദേ വനജ ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ ജനനീ അടിയൻ തൂവുമീ ഹൃദയരാഗം പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ.